ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുഫ്ലീസ്. ഞാൻ ഇന്നൊരു റെയിൻ എഫക്റ്റിൻ്റെ ട്യൂട്ടോറിയലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സംസാരിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ഈ റെയിൻ എഫക്റ്റ് ചെയ്യുവാൻ വേണ്ടത്, ഞാൻ നേരത്തെ കാണിച്ച ഒരു വീഡിയോ ക്ലിപ്പ് ഷൂട്ട് ചെയ്തെടുക്കുക. ഷൂട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഗ്രീൻ എഫക്റ്റിൻ്റെ സ്ക്രീൻ ഉണ്ടായിരുന്നു, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അതെടുക്കുക. അതെടുക്കുന്നത് ഞാനൊന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ആ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഫിൽറ്റർ ഒന്ന് മാറ്റാം. ഇങ്ങനെ ഒരു ലോ ആയിട്ടുള്ളൊരു മഴയില്ലാത്ത സമയത്തുള്ളൊരു ഫിൽറ്റർ ആക്കാൻ നോക്കുകയാണ് ഞാൻ. മഞ്ഞ് വാമായിട്ടുള്ള ഫിൽറ്റർ നോക്കാം. ഇത് കോൾഡായി നോക്കിയാൽ ഈസി. ഞാൻ വിവിഡിൽ പോയിട്ട് ഞാൻ കോൾഡിൽ പോവാണ്. ഇപ്പോൾ ഒരു തണുത്തൊരു സിറ്റുവേഷൻ പോലെയുണ്ട്. ഇത്ര മതി. എന്നിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ആ വീഡിയോ എടുക്കുക. ഇങ്ങനെയല്ല എടുക്കേണ്ടത്. ലെയറിലെ മീഡിയയിൽ പോയതിന് ശേഷം വാട്സാപ്പ് വീഡിയോയിൽ, ഇതിൻ്റെ വാട്സാപ്പിലായതുകൊണ്ടാണ് ഞാൻ അതെടുക്കുന്നു. ഇത് സ്പ്ലിറ്റ് സ്ക്രീനിൽ ഫുള്ളാക്കുന്നു. എന്നിട്ട് ഇതിൽ ക്രോമാക്കി എന്ന ഓപ്ഷൻ ഉണ്ടോ, അതാണ് അപ്ലൈ ചെയ്യുക. നമ്മളിങ്ങനെ നോക്കുമ്പോൾ കുറച്ച് വെക്കുക. ഞാൻ ഒന്നും കൂടി നമുക്ക് ലെവലാക്കി കൊടുക്കാം. ഡീറ്റെയിൽ കർവ് വെച്ചതിന് ശേഷം മഴയുടെ ക്ലാരിറ്റി നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഉണ്ടോ? ഇപ്പോൾ റെഡിയായി. ഇപ്പോൾ പച്ച കളറായിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഡീറ്റെയിൽ കർവ് നേരെ ഇങ്ങനെ കൊടുക്കാം. നോക്കാം. പോയും പച്ച നമുക്ക് കാര്യം ചെയ്യാം. റിവേഴ്സ് എടുക്കുക. റിവേഴ്സ് എടുക്കുക. കളർ തന്നെ ഒന്നുകൂടി റിവേഴ്സ് അടിച്ച് നോക്കുക. ഒന്നുകൂടി റിവേഴ്സ് അടിച്ച് നോക്കുക. നമുക്കിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അതെടുത്ത് ഒന്നും കൂടി നീട്ടാം. നോക്കാം. ഇവിടെ അടുപ്പിച്ച് കൊടുക്കാം. നോക്കൂ.
ഡ്യൂപ്ലിക്കേറ്റ് കൂടി എടുക്കാം. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ മൂമെൻറ്റിൽ നമുക്ക് ഈ ലെയർ നമുക്ക് ട്രെയിൻ ടു ദി റൈറ്റ് ഓഫ് ലെയർ നിൽക്കുക. എന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേറൊരു ലിങ്കും കൂടിയും കൊടുത്തിട്ടുണ്ട്, അത് കൊണ്ടുവരിക. എന്നിട്ട് അത് സ്ക്രീൻ മൊത്തം ഫുള്ളാക്കുക. എന്നിട്ട് അത് എടുത്തിട്ട് ക്രോമാക്കി ഒന്നും കൂടി അമർത്തി കൊടുക്കുക. നോക്കുമ്പോൾ ഇനി പ്ലേ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടി എടുക്കാം. ആ ഡ്യൂപ്ലിക്കേറ്റ് ഇതിൻ്റെ അവസാനം വെക്കാം. ഇനി ഇത് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.